വെൽക്കം ടു അല്ലൂസ് കിച്ചൺ. നമ്മളിന്ന് നാടൻ കോഴിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കൂട വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചി, 4 പച്ചമുളക്, എല്ലാതും കൂടെ ഒരുമിച്ച് ചതച്ച് വെച്ചിരിക്കുന്നത്, ഒരു ചെറിയ തക്കാളി, 200 ഗ്രാം ചെറിയ ഉള്ളി, 2 സവാള, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, 1.5 കിലോ ചിക്കൻ, ഒരു തണ്ട് കറിവേപ്പില, കാശ്മീരി മുളക് പൊടിയും ചിക്കൻ മസാലയും. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കാം. അപ്പോൾ കുക്കർ ചൂടായി, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുക്കർ ചൂടായിട്ടുണ്ട്, എണ്ണ ചൂടായി വന്നു. നമുക്കൊരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടും. അതുകൊണ്ടാണ് ആദ്യം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ചതച്ച് വെച്ച മിക്സ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വാടൊന്നും വേണ്ട, ജസ്റ്റ് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ ഉള്ളി സവാളയും കൂടെ ഇട്ട് കൊടുത്ത് വഴറ്റാം. വെറും ചെറിയ ഉള്ളിയിൽ ചെയ്യുന്നതും ഉണ്ട്. ഞാനിവിടെ 2 സവാളയും കൂടെ എടുത്തിട്ടുണ്ട്. സവാളയും കൂടെ ഇടാം. ഒന്ന് വാടി വരട്ടെ. ഉള്ളി നന്നായിട്ട് വാടണം. ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടെ ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് കഴിക്കാം. തക്കാളിക്ക് ഏകദേശം വാടി വന്നിട്ടുണ്ട്. നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. മല്ലിപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 സ്പൂൺ ചിക്കൻ മസാല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇടണം. 1.5 കിലോ ചിക്കനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഉപ്പ് ഇട്ടിട്ടില്ല. ഉപ്പും കൂടെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഞാനിവിടെ വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി ഈ ചൂടുവെള്ളം കൂടെ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നാടൻ കോഴി ആയത് കാരണം അത്യാവശ്യം നല്ല വേവുണ്ട്.
അതാണ് കുക്കറിൽ വയ്ക്കുന്നത്. ഇനി ഒരു 3 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അടച്ചു വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. മൂന്ന് വിസിൽ വന്നതും ഞാൻ കുക്കർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി തുറന്ന് നോക്കാം. ചിക്കൻ വെന്തോന്ന് നോക്കാം. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ചാറൊന്നും കൂടെ വറ്റിച്ചെടുക്കണം. കത്തിക്കാം, അടുപ്പ് കത്തിക്കാം. ഇനി ഒരു 5 മിനിറ്റ് ചാറ് ജസ്റ്റ് ഒന്ന് കുറുകി വരട്ടെ. ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ടിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് നമ്മുടെ ചിക്കൻ കറി റെഡിയായി. ചാറൊക്കെ കുറുകി കറി നല്ല സെറ്റായിട്ടുണ്ട്. നമുക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് സെർവിങ് ബൗളിലോട്ട് മാറ്റി. അങ്ങനെ നാടൻ കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവിങ് ബൗളിലോട്ട് മാറ്റാം.